നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുട്ടിക്കാലം മുതലേ ആരുടെയും സ്നേഹം അറിയാതെ വളർന്നതുകൊണ്ടാവും മറ്റുള്ളവർ എന്നോട് കാണിക്കുന്ന സ്നേഹമായാലും ഇഷ്ടായാലും എനിക്ക് അവര് തരുന്ന സഹാനുഭൂതിയായി തോന്നുന്നത്. അത് എന്നോടുള്ള ദയയും കരുണയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സ്നേഹത്തിന് അതല്ലാതെ മറ്റൊരു വികാരം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കരയരുത്. എനിക്കറിയാൻ ലച്ചുനെ. ലച്ചു, ഇനി കരയരുത്. ഒന്നിച്ച് ജീവിക്കാനായാലും ഇനി അതല്ല നല്ലൊരു സുഹൃത്തായിട്ടായാലും ലച്ചുവിന്റെ കൂടെ ഞാനുണ്ടാവും. വാ, നമുക്ക് പോവാം. പഠിക്കുന്ന ആഗ്രഹമാണല്ലോ ലച്ചു സഞ്ജുവിനോട് പറഞ്ഞത്. ലച്ചുവിന്റെ ആ ആഗ്രഹത്തിന് ഞങ്ങൾ ആരും തടസ്സമാവില്ല. ലച്ചുവിന് എത്താൻ കഴിയുന്ന ദൂരം വരെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് വിശ്വാസമുണ്ട്. ഇനി മനസ്സ് വേദനിപ്പിക്കരുത്. ഇത് ലച്ചു എടുത്ത തീരുമാനമാണ്. ഞാൻ അമ്മയെ വിളിച്ച് ഈ വിവരം ഒന്ന് പറയട്ടെ. ലച്ചുവിന് വിരോധമൊന്നുമില്ലല്ലോ? പറഞ്ഞോളൂ. അമ്മ എത്രയോ നാളുകളായി കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായത്. പാവം അമ്മ. അമ്മ അച്ഛൻ്റെ തറവാട്ടില്ല. ഒരിക്കൽ നമുക്കവിടെ പോവാം. എന്താ മോനെ? അമ്മ കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയാ ഞാൻ പറയാൻ പോകുന്നത്. എന്താടാ? ലച്ചുനിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചോ? അച്ഛനോടുക്ക്. മുത്തശ്ശ, വേണ്ട മോളെ, കുളി കഴിഞ്ഞിട്ടില്ല. എന്താ ഗോവിന്ദേ മുഖത്തൊരു പ്രകാശം? അല്ലെങ്കിലും ഗോവിന്ദന്റെ മുഖത്ത് അത് എന്നും ഉള്ളതല്ലേ. എല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടാനുള്ള കഴിവ് ഗോവിന്ദനുണ്ട്. അത് മറ്റുള്ളവർക്കും ധൈര്യമാവും. കാവേരി ചേച്ചി പറഞ്ഞ സത്യവാ. സഞ്ജുവും സ്വാതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ലച്ചു ഒരു പരിഹാരം കണ്ടിട്ടാ വന്നിരിക്കുന്നത്. മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരാൻ സ്വാതി ഒരു ഡിമാൻഡ് ലച്ചുവിന്റെ മുന്നിൽ വച്ചിരുന്നു. ഡിമാൻഡ്?
അവളോട് ഇവിടുന്ന് പോകാനാണെങ്കിൽ അത് സങ്കടമുള്ള കാര്യം മോനെ. അതൊന്നുമല്ല, ലച്ചുവിന്റെ എന്റെയും വിവാഹം. ആണോ? അതിന് ലച്ചു സമ്മതം പറഞ്ഞ സ്വാതി വരുമെന്നാ പറഞ്ഞയച്ചത്. ശ്രീകുട്ടി എന്തിനു വേണ്ടിയാണത് പറഞ്ഞതെന്നായാലും അതൊരു നല്ല കാര്യമാണ്. ആശയും അരവിന്ദൻ തിരുമേനിയും ഈ ഒരു ആവശ്യം പറഞ്ഞ് ഇവിടെ വന്നതല്ലേ. അവരോടൊരു ഉറപ്പ് പറയാൻ എനിക്കൊട്ട് കഴിഞ്ഞതുമില്ല. എന്നിട്ടിപ്പോ എന്താ ലച്ചുവിന്റെ നിലപാട്? അത് ലച്ചു തന്നെ പറയട്ടെ, ഞാനല്ലോ പറയേണ്ടത്. നിങ്ങളിലൂടെയല്ലേ സ്വാതി അറിയേണ്ടത്. മോളെ, ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കില്ല. എന്ത് തീരുമാനവും നിനക്കെടുക്കാം. ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതം പറയേണ്ട ഒന്നല്ല വിവാഹം. അതിന്റെ പേരിൽ താലി കെട്ടുന്ന പുരുഷനെ ഒരു തരത്തിലും വേദനിപ്പിക്കാനും പാടില്ല. ശ്രീദേവിയെടുത്തി പറഞ്ഞത് സത്യം. നീ സ്വാതിക്ക് വേണ്ടി ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളണ്ട. നീ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും ഗോവിന്ദിന്റെ ഭാര്യയായി ജീവിക്കാൻ വേണ്ടി ആവണം. ആരുടെയും ജീവിതം ഞാൻ കാരണം നശിച്ചു പോവില്ല. ആത്മാർത്ഥമായി തന്നെയാ ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതം പറഞ്ഞത്. ദൈവമേ, എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങനെ ഒരു പരിഹാരം കണ്ടല്ലോ. നല്ല തീരുമാനം അമ്മ ഇപ്പൊ കൈക്കൊണ്ടത്. സ്വാതി അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ ഈ ജന്മം അമ്മ ഒരു വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം അവൾക്ക് വേറെ ഇല്ല. ഇത് തന്നെയാ അവളും എന്നോട് പറഞ്ഞത്. പക്ഷേ സ്വാതി ഈ സന്ദർഭം നന്നായി ഉപയോഗപ്പെടുത്തിയെന്നാ എനിക്ക് തോന്നുന്നത്. സ്വാതിക്കറിയാം അവളുടെ അനിയത്തിന്റെ മനസ്സ്. അതെ മോനെ, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകുട്ടിയുടെ ദേഷ്യവും സങ്കടവും ഒക്കെ സഞ്ജുവിനോടാണെന്നാണ്. അതൊക്കെ പതുക്കെ അങ്ങ് മാറും. അതിന് അമ്മുവിന്റെ കല്യാണം ഒരു കാരണമാകും. അല്ല, ഗോവിന്ദ ആശയെ വിളിച്ച കാര്യം പറഞ്ഞു? ഞാൻ അമ്മയെ വിളിച്ചു. കള്ളൻ, അതിനുള്ളിൽ അതും നടന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.